പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. അവിടെ നമ്മൾ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു ആൻഡ് യൂസിങ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇത് മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. അപ്പം നമ്മൾ ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറഞ്ഞ ടെക്നിക്കിന് അതാണ്, ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്, അതിനെ നമ്മൾ LPP എന്നാണ് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ മെയിനായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു എയിം ഉണ്ട്, എന്താണ് നമ്മളെ എയിം. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ OR പ്രോബ്ലംസ് എല്ലാം ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ആണ് എന്ന് പറഞ്ഞു. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം മാക്സിമൈസ് ചെയ്യുകയോ മിനിമൈസ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, OR ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മളുടെ എയിം. ചിലപ്പോൾ നമുക്ക് മാക്സിമൈസിങ് പ്രോഫിറ്റ് ആയിരിക്കും, മാക്സിമൈസ് ദ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാനായിരിക്കും നമ്മളെ ലക്ഷ്യം. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പം കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക, അതാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മിനിമൈസിങ് ദ കോസ്റ്റ്. അപ്പോൾ അതിനെ കാണിക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം സെറ്റപ്പ് ചെയ്യുന്നത്. അത് ചിലപ്പം Z= ഈ ഫോമിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ 2x1 + 3x2 എന്നുള്ള രൂപത്തിലായിരിക്കും എന്തുണ്ടാവുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അത് നമ്മൾ മാക്സിമൈസ് Z എന്ന് കൊടുക്കും പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ. അല്ലെങ്കിൽ ഇപ്പം x1ഉം x2 ഒക്കെ കോസ്റ്റുകളാണെച്ചാൽ നമ്മൾ മിനിമൈസ് Z എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും, നമ്മളെ ലിമിറ്റേഷൻസ് ഉണ്ടാവും, നമ്മളെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ അടുത്തതായിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ എഴുതാൻ പോകുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും x1 + 2x2 ≤ 3 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കൺസ്ട്രെയിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ്. ആൻഡ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടാവും x1 will be greater than or equal to 0, x2 is greater than or equal to 0 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സെറ്റപ്പ് ചെയ്യുന്നത്. അതിൽ ഈ x1 x2 എന്നൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അതാണ് നമ്മളെ ഡിസിഷൻ വേരിയബിൾസ്. അവരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡിസിഷൻ വേരിയബിൾസ് ആണ് നമ്മളെ x1ഉം x2. അപ്പോൾ ഇതാണ് നമ്മളെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു ജനറൽ ഫോർമുലേഷൻ. അപ്പോൾ എന്തൊക്കെയാണുള്ളത്, അതിലൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, അത് മാക്സിമൈസേഷനോ മിനിമൈസേഷനോ ചെയ്യണം എന്ന് കാണിക്കണമായിരിക്കും. അപ്പോൾ നമ്മളെ ലക്ഷ്യം നമ്മൾ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യണമെന്നോ പിന്നെ നമ്മൾ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യണമെന്നൊക്കെ ആയിരിക്കും. അതിന് നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാവും, നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വർക്കിംഗ് അവേഴ്സ് ഇത്രയേ ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കൺസ്ട്രെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യോ മിനിമൈസ് ചെയ്യോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെയാണ് നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സെറ്റപ്പ് ചെയ്യുന്നത് എന്ന്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ്, കൺസ്ട്രെയിൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കണം, എ കമ്പനി മാനുഫാക്ചേഴ്സ് 2 products A and B. 2 പ്രോഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്, A and B. These products are processed in the same machine. It takes 10 minutes to process 1 unit of product. ഒരു കൺസ്ട്രെയിൻ്റ് ആണ്, ഓരോ കൺസ്ട്രെയിൻസ് പറഞ്ഞു തരികയാണ്. അതിൽ ഫസ്റ്റ് ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. A എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ 10 minutes ആണ് ആവശ്യം. ആൻഡ് 2 minutes for each unit of product B. പ്രോഡക്റ്റ് ബി പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം 2 minutes ആണ്. ആൻഡ് ദ മെഷീൻ ഓപ്പറേറ്റ്സ് അറ്റ് എ മാക്സിമം ഓഫ് 35 hours a week. അപ്പം 2 പ്രോഡക്ട്സ് ആണ് ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. അതിൽ എയും ബിയും എന്ന് പറഞ്ഞ 2 പ്രൊഡക്റ്റാണ്. അതിൽ എ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് 10 minute ആണ് പ്രോസസ്സിങ് ടൈം വേണ്ടത്. ആൻഡ് ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് 2 minute ആണ് പ്രോസസ്സിങ് ടൈം വേണ്ടത്. മാക്സിമം പ്രൊഡക്ഷൻ ടൈം എത്രയേ നമുക്കുള്ളൂ, ഒരാഴ്ചയിൽ 35 hours ഉള്ളൂ. ദാറ്റ് ഈസ് എ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ മാക്സിമം 35 hours ഈ 2 മെഷീൻസും കൂടി വർക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. ഇനി അടുത്ത കൺസ്ട്രെയിൻറ്റ്, പ്രോഡക്റ്റ് എ റിക്വയേഴ്സ് റോ മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അടുത്ത കൺസ്ട്രെയിൻറ്റ് പറയുന്നത് പ്രോഡക്റ്റ് എ റിക്വയേഴ്സ് 1 kilogram ആൻഡ് ബി 0.5 kilogram ഓഫ് റോ മെറ്റീരിയൽ പെർ സപ്ലൈ ഓഫ് വിച്ച് ഇസ് 600 kg per week. അപ്പം എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന് വേണ്ട റോ മെറ്റീരിയൽ എത്രയാണ്, 1 kilogram ആണ്.
ബിക്ക് വേണ്ടത് എത്രയാണ്? 0.5 കിലോഗ്രാം ആണ് പെർ സപ്ലൈ. ഓരോ സപ്ലൈയിലും അതാണ് വേണ്ടത്. ആൻഡ് ടോട്ടൽ എത്രയാണ് അവിടെ കിട്ടുക? നമുക്ക് മാക്സിമം അവിടെ എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? 600 kg കിട്ടുള്ളൂ. ദറ്റ് ഈസ് അനദർ കൺസ്ട്രെയിൻ. അപ്പോൾ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾക്ക് എക്കും ബിയുടെയും പ്രൊഡക്ഷനിൽ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് കണ്ടു. ഒന്ന് ടൈമിൻ്റെ ലിമിറ്റേഷനാണ്, 35 അവേഴ്സേ മാക്സിമം ടൈം നമുക്ക് ഉണ്ടാവുള്ളൂ. ആൻഡ് റോ മെറ്റീരിയലിലുള്ള ഒരു കൺസ്ട്രെയിൻ്റ് ആണ്, മാക്സിമം എത്രയാണ്? 600 കിലോഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പിന്നെ ഒരു ഫോർമുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്കറ്റ് കൺസ്ട്രെയിൻ ഓൺ പ്രോഡക്റ്റ് ബി ഇസ് നോൺ ടു ബി 800 യൂണിറ്റ്സ് എവറി വീക്ക്. അത് മറ്റൊരു കൺസ്ട്രെയിൻ്റ് ആണ്. മാക്സിമം മാർക്കറ്റ് കൺസ്ട്രെയിൻ എത്രയാണ്? 800 യൂണിറ്റ് ആണ് പ്രോഡക്റ്റ് ബിൻ്റെ ഉള്ളത്. അപ്പോൾ പ്രോഡക്റ്റ് എ കോസ്റ്റ്, ഇനി അവരെ കോസ്റ്റ് എത്രയാണ് നോക്കാം. പ്രോഡക്റ്റ് എ കോസ്റ്റ് ₹5 per യൂണിറ്റ് ആൻഡ് സോൾഡ് അറ്റ് ₹10. അപ്പോൾ എയുടെ കോസ്റ്റ് 5 രൂപയും വിൽക്കുന്നത് 10 രൂപയ്ക്കുമാണ്. അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് എന്തായിരിക്കും? നമ്മൾക്ക് എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നൊക്കെയല്ല. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ എന്തായിരിക്കും? 5 രൂപയ്ക്ക് വാങ്ങി 10 രൂപയ്ക്ക് വിറ്റു, പ്രോഫിറ്റ് ഇവിടെ 5 ആയിരിക്കും. അതുമാതിരി പ്രോഡക്റ്റ് ബിയുടെ കാര്യം നോക്കാം. ഇറ്റ് കോസ്റ്റ് ₹6 per യൂണിറ്റ് ആൻഡ് ഇസ് സോൾഡ് അറ്റ് ₹8. അപ്പോൾ 6 രൂപയ്ക്ക് വാങ്ങി 8 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എന്താണ്? 2 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും പ്രോഫിറ്റ് മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് ബി പെർ വീക്ക് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പം എയും ബിയും എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, സോ ദാറ്റ് ദ പ്രോഫിറ്റ് ഇസ് മാക്സിമം അല്ലേ? അപ്പം നമ്മൾ എയും നമ്മൾ പ്രോബ്ലം നമുക്കൊന്ന് എഴുതാം. അപ്പം നമുക്ക് രണ്ട് പ്രോഡക്ട്സ് ആണുള്ളത്, എയും ബിയും. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് എയും ബിയും എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കേണ്ടത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഡിസിഷൻ വേരിയബിൾസ്. അതിന് നമ്മൾ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിനെ ഞാൻ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? X1 യൂണിറ്റ്സ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ആൻഡ് X2 ബി ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ബി അല്ലേ? അപ്പം ബിയു X2 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എയുടെ എത്ര യൂണിറ്റ്സ് ആണ് എടുക്കുന്നത്? X1 യൂണിറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ എടുത്തു. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് X1ഉം X2ഉം എത്രയാണ്, സോ ദാറ്റ് ദ പ്രോഫിറ്റ് ഇസ് മാക്സിമം. അപ്പോൾ പ്രോഫിറ്റിനെ കുറിച്ചിട്ട് അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് എത്രയും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? പ്രോഫിറ്റ് പ്രോഡക്റ്റ് എക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് 5 രൂപയും പ്രോഡക്റ്റ് ബിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് 2 രൂപയുമാണ്. അപ്പം ഇവിടെ 5 ആണ് ഇവിടെ പ്രോഫിറ്റ് അല്ലേ? ഒരു യൂണിറ്റിന് 5 ആണ് അല്ലേ? അപ്പോൾ എയിൽ ഒരു യൂണിറ്റിന് 5 ആണ്. അപ്പോൾ X1 യൂണിറ്റിന് എത്രയാണ്? 5X1. ബിയുടെ പ്രോഫിറ്റ് എന്താണ്? 2 രൂപയാണ് ഒരു യൂണിറ്റിന്. അപ്പം X2 യൂണിറ്റ്സിന് പ്രോഫിറ്റ് എത്രയായിരിക്കും? 2X2 അല്ലേ? അപ്പം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. അപ്പം മാക്സിമൈസ് സെഡ്, പ്രോഫിറ്റിനെ ഞാൻ സെഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ്? എയുടെ കാര്യത്തിൽ ഒരു യൂണിറ്റിന് 5 ആണ് പ്രോഫിറ്റ്. അപ്പോൾ X1 യൂണിറ്റിന് എത്രയാണ് പ്രോഫിറ്റ്? 5X1 പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ ബിയും ഉണ്ട് അല്ലേ? ബി ഒരു യൂണിറ്റിന് 2 ആണ്. അപ്പോൾ X2 യൂണിറ്റിന് 2X2. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കൺസ്ട്രെയിൻസ് ആണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 കൺസ്ട്രെയിൻസ് ആണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ടൈമിനെ കുറിച്ചിട്ടുള്ള കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പം പ്രോഡക്റ്റ് എക്ക് 10 മിനിറ്റ് ആണ് പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞു. ആൻഡ് പ്രോഡക്റ്റ് ബിക്ക് 2 മിനിറ്റ് ആണ് പ്രോസസ്സിംഗ് ടൈം. മാക്സിമം എത്രയാണ് ഇവർക്ക് പ്രോസസ്സിംഗ് ടൈം ഇൻ എ വീക്ക്? 35 അവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ടൈമിനെ കുറിച്ചിട്ട് എഴുതാം. ടൈം കൺസ്ട്രെയിനെ കുറിച്ചിട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എക്ക് 10 മിനിറ്റ് ആണ് കേട്ടോ. ആൻഡ് ബിക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ബിയുടെ പ്രോസസ്സിംഗ് ടൈം ഈസ് 2 മിനിറ്റ്സ്. ഇപ്പോൾ ബിയുടെ പ്രോസസ്സിംഗ് ടൈം 2 മിനിറ്റ്സ് ആണ്. മാക്സിമം എത്രയാണ് ഉള്ളത്? 35 അവേഴ്സാണ്. അപ്പോൾ 35 അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് 2 മിനിറ്റ് അല്ലേ? അപ്പോൾ മാക്സിമം എത്ര മിനിറ്റ് കിട്ടും? 35 × 60 ദാറ്റ് ഈസ് 2100 മിനിറ്റ്സ് ആണ് മാക്സിമം. അപ്പോൾ ഒരു യൂണിറ്റിനാണ് 10 മിനിറ്റ്. അപ്പോൾ X1 യൂണിറ്റിന് എത്രയാണ് ടൈം? 10X1. അതുമാതിരി ബിക്ക് ഒരു യൂണിറ്റിനാണ് 2 മിനിറ്റ്. അപ്പോൾ X2 യൂണിറ്റിന് എത്രയാണ്? 2X2. അപ്പോൾ നമുക്ക് ആദ്യത്തെ കൺസ്ട്രെയിൻസ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കാം. അതായത് ടൈം കൺസ്ട്രെയിൻ്റ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. 10X1
അതാണ് ബിക്ക് എടുക്കുന്ന ടൈം. ഒരു യൂണിറ്റിന് 10 മിനിറ്റ്. ഇപ്പോൾ x1 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 10x1 പ്ലസ് ബിയുടെ ടൈം കൺസ്ട്രെയിൻ 2 ആണ് ഒരു യൂണിറ്റിന്, x2 യൂണിറ്റിന് 2x2. അത് മാക്സിമം എത്രയാണ് നമുക്ക് അവൈലബിൾ ഉള്ളൂ? 2100 മിനിറ്റ്സ്. 35 അവേഴ്സിനെ ഞാൻ മിനിറ്റുകളാക്കി മാറ്റിയതാണ്. അപ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2100. ഇതാണ് നമ്മളെ ടൈം കൺസ്ട്രെയിൻറ്റ്. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റോ മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റോ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള കൺസ്ട്രെയിൻറ്റ് എന്താണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. എക്കും ബിക്കും എത്രയാണ് റോ മെറ്റീരിയൽ എന്ന് നോക്കാം. പ്രോഡക്റ്റ് എ റിക്വയേഴ്സ് 1 kg ആൻഡ് ബി 0.5 kg ഓഫ് raw material per supply, of which 600 kilogram per week. അപ്പം എയുടെ റോ മെറ്റീരിയലിൻ്റെ നീഡ് 1 kg ആണ് ആൻഡ് ബിയുടെ നീഡ് എത്രയാണ്? 0.5 kg ആണ്. അത് മാക്സിമം എത്ര kg ആണ്? 600 kg ആണ് ഒരു വീക്കിലുള്ളത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻറ്റ് നമ്മൾ എഴുതാം. അപ്പം 1 രൂപ എന്നുള്ളത് x1 യൂണിറ്റുകൾ വരുമ്പോൾ എന്താണ്? 1 into x1. അപ്പം ദറ്റ് ഇസ് x1 പ്ലസ് 0.5 into x2. 0.5 into x2 യൂണിറ്റുകളാണ്. 0.5 into x2. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് 2 കൺസ്ട്രെയിനുകളിൽ എഴുതി. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു മാർക്കറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം തന്നിട്ടുണ്ട്. മാർക്കറ്റ് കൺസ്ട്രെയിൻ ഓൺ, അത് പ്രോഡക്റ്റ് ബിക്ക് മാത്രമാണ്. ദാറ്റ് ഈസ് നോൺ ടു ബി 800 യൂണിറ്റ് അല്ലേ. അപ്പം ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ബി എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്? x2 ആണ്. അത് 800 യൂണിറ്റ് ആണ് അതിൻ്റെ കൺസ്ട്രെയിൻറ്റ്. ദാറ്റ് ഈസ് x2 വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 800. അപ്പോൾ ഇതാണ് നമ്മളെ കൺസ്ട്രെയിൻറ്റുകൾ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കിയത്. പിന്നെ നോർമലി നമുക്കൊരു നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ എഴുതുന്നത്. അത് എന്ന് പറഞ്ഞാൽ x1 നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലേ, അത് 0-നെക്കാട്ടും പോസിറ്റീവ് നമ്പർ അല്ലേ എന്തായാലും ആവുള്ളൂ. x1 x2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് കൺസ്ട്രെയിൻസ് മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ. അടുത്തായിട്ട് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ദറ്റ് ഇസ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ അതെന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. ക്വസ്റ്റ്യൻ മാക്സിമൈസ് z is equal to 5x1 plus 7x2 subject to the constraints x1 plus x2 less than or equal to 4, 3x1 plus 8x2 less than or equal to 24, 10x1 plus 7x2 is less than or equal to 35. പിന്നെ നമുക്ക് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്. x1, x2 ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതിൻ്റെ കൺസ്ട്രെയിൻസ് ആണ്. ഇത് 3 കൺസ്ട്രെയിൻസ് ആണ്. ഇതെല്ലാം ഇൻഇക്വാളിറ്റീസ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ചില കേസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻഇക്വാളിറ്റികളെ നമ്മൾ ഇക്വാളിറ്റികളാക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ സ്ഥാനത്ത് ഈക്വൽ ടു എന്നാക്കിയിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒക്കെ എന്താ കിട്ടാൻ പോകുന്നത്? x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4. രണ്ടാമത്തത് 3x1 plus 8x2 is equal to 24. And third one is 10x1 plus 7x2 is equal to 35. അപ്പോൾ ഈ ഇക്വാളിറ്റികളാക്കിയ ശേഷം ഇതെല്ലാം തന്നെ ഓരോ ലൈനിൻ്റെ ഇക്വേഷൻസ് ആണ്. x1 plus x2 is equal to 4, 3x1 ഇതെല്ലാം ലൈനിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ ഈ ഓരോ ലൈനുകൾ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഇതിലത്തെ ഓരോ പോയിന്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ലൈനുകളായിട്ട് വരയ്ക്കുന്നു. ആ ലൈനുകളുടെ എല്ലാം ഏരിയ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്ന ഏരിയകൾ മാർക്ക് ചെയ്തിട്ട് കോമൺ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈന് ഞാൻ വരയ്ക്കാൻ പോകുന്നത് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4 ആണ്. അതെങ്ങനെയാണ് വരയ്ക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്ന ലൈന് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആ ലൈനിലുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് അറിഞ്ഞാൽ മതി. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴി, ഞാൻ x1ന് 0 കൊടുക്കുന്നു. നമ്മൾ x1 ഇസ് ഈക്വൽ ടു 0, പുട്ട് x1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x2 എന്താ പറ്റുക? ഇവിടെ
x1 0 കൊടുത്താൽ 0 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4 എന്ന് വന്നു. അല്ലെങ്കിൽ x2 എനിക്ക് എന്ത് കിട്ടി? 4 കിട്ടി. അതായത് x1 0 ആവുമ്പോൾ x2 4 ആയിരിക്കും. അത് ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു, 0,4. അതായത് ഫസ്റ്റ് എക്സിന്റെ, ഇതാണ് എക്സ് ആക്സിസിലാണ് നമ്മൾ ആരാ കൊടുക്കുന്നത്? x1നെ കൊടുക്കുന്നത്. y ആക്സിസിലാണ് നമ്മൾ x2നെ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ x1 ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 2 3 അപ് ടു 10 വരെ. പിന്നെ x2 അതേമാതിരി 1 2 3 അപ് ടു 10 വരെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം മാർക്ക് ചെയ്യേണ്ട പോയിന്റ് x1 0-ഉം x2 4-ഉം വരുന്ന പോയിന്റ് ആണ്. അപ്പോൾ x1 0, x1ന്റെ അവിടെ 0, x2 4 വരുന്ന പോയിന്റ്. അതായത് ഈ പോയിന്റ് ആണ് ഞാൻ ആദ്യമായിട്ട് മാർക്ക് ചെയ്തത്, ഫസ്റ്റ് ഒരു പോയിന്റ്. ഇനിയിപ്പോൾ ഈ ലൈന് വരയ്ക്കണമെങ്കിൽ എനിക്ക് ഒരു പോയിന്റും കൂടി കിട്ടണം. അപ്പം അതിനായിട്ട് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് പുട്ട് x2 ഇസ് ഈക്വൽ ടു 0. x2 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? x1 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 4, അല്ലെങ്കിൽ x1 ഇസ് ഈക്വൽ ടു 4. x2 0, x1 4. നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും x1 അല്ല ആദ്യം എഴുതുക. അതായത് 4,0 എന്ന് പറയുന്നതും ഈ ലൈനിലുള്ള മറ്റൊരു പോയിന്റ് ആണ്. അപ്പോൾ 4,0 എന്ന് പറഞ്ഞാൽ 4,0. അതായത് ഏത് പോയിന്റാണ് വരിക? ഈ പോയിന്റാണ് വരിക. അപ്പോൾ നമുക്കൊരു ലൈന് വരയ്ക്കാനുള്ള 2 പോയിന്റുകൾ കിട്ടി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരയ്ക്കാൻ പോകുന്ന ലൈന് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4. ഈ 2 പോയിന്റുകളെ യോജിപ്പിച്ചിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ലൈന് വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4. ഇതാണ് നമ്മളെ ലൈൻ. x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ലൈന് നമ്മൾ വരച്ചു. ഞാൻ താഴെ എന്തുകൊണ്ടാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തതെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്നത് ഇൻഇക്വാളിറ്റി ആയിരുന്നു. x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് നമുക്ക് വേണ്ടിയിരുന്നത്, നമ്മളെ കൺസ്ട്രെയിൻ. അപ്പോൾ അതാണ് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ലൈനിൻ്റെ താഴെ വരുന്ന പോർഷൻ ആയിരിക്കും. അപ്പോൾ അതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തു. ഇവിടെ ഇതുവരെ നമ്മൾ ഈ 2 എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെ ഉള്ളിൽ നമ്മൾ അവരെ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇൻഇക്വാളിറ്റി ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാൻ മാർക്ക് ചെയ്യേണ്ടത് അടുത്ത ലൈനാണ് ഞാൻ വരയ്ക്കേണ്ടത്. അടുത്ത ലൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൈൻ ഇസ് 3x1 പ്ലസ് 8x2 ഇസ് ഈക്വൽ ടു 24. ഈ ലൈനാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഇത് വരയ്ക്കണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2 പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ x1ന് 0 ഇട്ട് നോക്കാം. x1ന് 0 ഇടുമ്പോൾ എന്ത് വരും? 3 × 0 ദാറ്റ് ഇസ് 0 പ്ലസ് 8x2 ഇസ് ഈക്വൽ ടു 24, അല്ലെങ്കിൽ 8x2 ഇസ് ഈക്വൽ ടു 24 എന്ന് കിട്ടി. Therefore, what is x2? x2 is equal to 24/8 which is equal to 3. അപ്പോൾ x1 0 ആവുമ്പോൾ ഈ ലൈനിൽ x2 എന്താ നമുക്ക് കിട്ടിയത്? 3 ആണ് കിട്ടിയത്. അതായത് x1, x2 that is 0,3 is a point in this line. ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഏതാണ്? 0,3. അത് ഏതാ പോയിന്റ്? ഇതാ 0,3. x 0-ഉം y 3-യും, അല്ലെങ്കിൽ x1 0-ഉം x2 3-യും വരുന്ന പോയിന്റ് ആണ് 0,3. അത് മാർക്ക് ചെയ്തു. അതേപോലെ അടുത്തത് നമ്മൾ x2ന് 0 കൊടുത്തു നോക്കുക. x2ന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 3x1 പ്ലസ് 8 × 0 ഇസ് ഈക്വൽ ടു 24, അല്ലെങ്കിൽ ഇത് 0 ആയിപ്പോയി, അല്ലേ? 3x1 ഇസ് ഈക്വൽ ടു 24 എന്ന് കിട്ടി. ഓർ വാട്ട് ഈസ് x1? x1 ഇസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി x1, x2. അടുത്ത പോയിന്റ് ഏതാണ്? x1ന്റെ സ്ഥാനത്ത് 8, x2ന്റെ സ്ഥാനത്ത് 0. ദാറ്റ് ഈസ് എ പോയിന്റ് ഇൻ ദിസ് ലൈൻ. അപ്പോൾ അടുത്ത പോയിന്റ് 8,0. അപ്പം 8, x2ന്റെ സ്ഥാനത്ത് 8, x1ന്റെ സ്ഥാനത്ത് 8-ഉം x2ന്റെ സ്ഥാനത്ത് 0. അതായത് ഈ പോയിന്റ് ആണ് നമ്മൾ അടുത്ത ലൈനിന്റെ മറ്റൊരു പോയിന്റ്. അതായത് ഈ 2 പോയിന്റുകളെ നമ്മൾ യോജിപ്പിക്കുന്നു. എന്നിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. അതാണ് ഞാൻ ഈ ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നത്. ആ ഗ്രീൻ ലൈനാണ് എൻ്റെ 3x1 പ്ലസ്
8x2 is equal to 24 എന്ന് പറഞ്ഞ ലൈന് എൻ്റെ ഇന്നിക്വാളിറ്റിയിൽ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 ആയിരുന്നു. അതുകൊണ്ടാണ് ആ ലൈനിൻ്റെ താഴെയായിട്ട് ഞാൻ ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗ്രീൻ കളർ ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നതാണ് 3x1 പ്ലസ് 8x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 വരുന്ന ഭാഗം. അപ്പോൾ നമുക്ക് രണ്ട് ലൈനുകളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഷെയ്ഡിങ്ങും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആ പിന്നെ കൺസ്ട്രെയിൻസിനനുസരിച്ചിട്ട് ഇന്നിക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഷെയ്ഡിങ് ആണ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ലൈനിൻ്റെ ഇക്വേഷനാണ് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ലൈൻ ഇസ് 10x1 പ്ലസ് 7x2 ഇസ് ഈക്വൽ ടു 35. ഈ ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുട്ട് x1 ഇസ് ഈക്വൽ ടു 0. x1ന് 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 10 ഇൻറ്റു 0 പ്ലസ് 7x2 ഇസ് ഈക്വൽ ടു 35 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഓർ 7x2 ഇസ് ഈക്വൽ ടു 35 ഓർ x2 ഇസ് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 7 വിച്ച് ഇസ് ഈക്വൽ ടു 5. അതായത് x1 0-ഉം x2 5-ഉം ദാറ്റ് ഈസ് 0,5 ഇസ് എ പോയിന്റ് ഇൻ ദിസ് ലൈൻ. അപ്പോൾ 0,5 എന്ന് പറയുമ്പോൾ എവിടെ വരും? x1 0-ഉം x2 5-ഉം. അതായത് ഇതാണ് അടുത്ത ലൈനിലുള്ള ഒരു പോയിന്റ്. ഇനി അതുപോലെ നമ്മൾ x2ന് 0 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്താ വരിക നോക്കാം. x2 0 കൊടുക്കുമ്പോൾ 10x1 പ്ലസ് 7 ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു 35. 7 ഇൻറ്റു 0 0 ആയിപ്പോയി. 10x1 ഇസ് ഈക്വൽ ടു 35 ഓർ വാട്ട് ഈസ് x1? x1 is equal to 35 divided by 10 which is 3.5. അപ്പോൾ ഇവിടെ x1 3.5-ഉം x2 0 ആണ്. അപ്പോൾ the point is 3.5, 0. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് 3.5 ഏകദേശം ഇവിടെ വരും. 3.5, 0 എന്ന് പറയുന്നതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? ഈ രണ്ട് പോയിന്റുകളെ യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലൈന് കൂടി കിട്ടും. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ലൈൻ 10x1 പ്ലസ് 7x2 ഇസ് ഈക്വൽ ടു 35. അപ്പോൾ നമ്മൾ ആ മൂന്നാമത്തെ ലൈന് കൂടി വരച്ചു. ഇതിൻ്റെ താഴെയുള്ള ഭാഗം ഞാൻ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ 3 ലൈനുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്നിക്വാളിറ്റിയുടെ ഭാഗങ്ങളുമാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ 3 ഷെയ്ഡിങ്ങുകളും ഈ 3 കളറിലുള്ള ഷെയ്ഡിങ്ങുകളും ഒന്നായിട്ട് വന്നിരിക്കുന്ന റീജിയനാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ റീജിയൻ്റെ ബോർഡർ പോയിന്റ്സ് അല്ലെങ്കിൽ കോർണർ പോയിന്റ്സ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആദ്യം കിട്ടുന്ന കോർണർ പോയിന്റ് ദാ ഇവിടെയാണ്. അതിന് ഞാൻ A കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് അടുത്ത കോർണർ പോയിന്റ് B ആണ്. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പോയിന്റ് ഇവിടെ, നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു കോർണർ പോയിന്റ് ഇത് ഇവിടെ C ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് D. അപ്പം ഇതന്നെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫീസിബിൾ റീജിയനിൽ O എന്ന് പറഞ്ഞ ഒറിജിൻ ഉണ്ട്, ഇതുണ്ട് ഈ പോർഷൻ. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ പോർഷൻ. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ, ഇതാണ് നമ്മളെ ഫീസിബിൾ റീജിയൻ. ഈ ഫീസിബിൾ റീജിയൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കോർണർ പോയിന്റ്സ് എല്ലാം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു കോർണർ പോയിന്റ് A ആണ്. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് എന്താണ്? എനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് 3.5, 0 ആണ് അല്ലേ. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചൊരു പോയിന്റ് തന്നെയാണ് ഇത്. ഈ ആക്സിസുകളിലുള്ള പോയിന്റ് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എയുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന കോർഡിനേറ്റിൻ്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് 3.5, 0. അതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ് അല്ലേ. പിന്നെ അടുത്തത് B എന്ന് പറയുന്ന കോർണർ പോയിന്റ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈനുകളുടെ, അതായത് നമ്മൾ ഈ നോക്കൂ ഇവിടെ ബ്ലൂ ലൈൻ ദാറ്റ് ഈസ് 10x1 പ്ലസ് 7x2 ഇസ് ഈക്വൽ ടു 35 എന്ന് പറയുന്ന ബ്ലൂ ലൈനിൻ്റെയും ഒരു റെഡ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4. അത് രണ്ടിൻ്റെയും കൂടി മീറ്റിംഗ് പോയിന്റ് ആണ് ഏത്? B എന്ന് പറയുന്നത്. അപ്പം B കിട്ടണമെങ്കിൽ ഈ രണ്ട് ലൈനുകളുടെ ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ലൈനാണ്? x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈനിൻ്റെയും 10x1 പ്ലസ് 7x2 ഇസ് ഈക്വൽ ടു 35 എന്ന് പറയുന്ന രണ്ട് ലൈനുകൾ ഇതവിടെ നോക്കിയാൽ മതി. ഈ രണ്ട് പിന്നെ റെഡ് ലൈനും ബ്ലൂ ലൈനും അവരുടെ മീറ്റിംഗ് പോയിന്റ് ആണ് B എന്ന് പറയുന്നത്.
അപ്പോൾ ഇവരെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള x1 x2 കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനെ ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, എന്നിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷന് ഞാൻ ഇൻറ്റു 7 ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? താഴെയായിട്ട് എഴുതുകയാണ് 7x1 പ്ലസ് 7x2 ഇസ് ഈക്വൽ ടു 4 × 7, അപ്പോൾ 28 എന്ന് അല്ലേ. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഞാൻ മൈനസ് ചെയ്തു. ഇവരെ രണ്ടുപേരെയും കൂടി മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 3x1 പ്ലസ് 7x2 മൈനസ് 7x2 0 ആയി, ഇസ് ഈക്വൽ ടു 35/28 വിച്ച് ഇസ് ഈക്വൽ ടു 7. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? x1 ഇസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. x1 ഇസ് ഈക്വൽ ടു 7/3 എന്ന് കിട്ടും. x1 7/3 എന്ന് കിട്ടിയാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7/3 പ്ലസ് x2 ഈ ഇക്വേഷനിലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4 ഓർ x2 ഇസ് ഈക്വൽ ടു 4 മൈനസ് 7/3 എന്ന് വരും. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 4 × 3 12 മൈനസ് 7/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഐഡന്റിഫൈ ചെയ്തു. x1ന്റെ സ്ഥാനത്ത് 7/3 എന്ന് കിട്ടി, x2ന്റെ സ്ഥാനത്ത് 5/3 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഫീസിബിൾ റീജിയന്റെ അടുത്ത കോർണർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്തു. സിമിലർലി നമ്മൾ സി കാണുകയാണ്. സി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി x1 പ്ലസ് x2 സി എന്ന് പറയുന്നത് നോക്കൂ, ഇതാ ഈ ഇവിടെ നോക്കണേ, ഇതാ ഇവിടെയുള്ള ഗ്രീൻ ലൈനിന്റെയും റെഡ് ലൈനിന്റെയും മീറ്റിംഗ് പോയിന്റ് ആണ്. അതായത് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 4ന്റെയും 3x1 പ്ലസ് 8x2 ഇസ് ഈക്വൽ ടു 24ന്റെയും മീറ്റിംഗ് പോയിന്റ് ആണ്. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യും. ഞാൻ ആൻസർ എഴുതാം. സി ഇസ് ഈക്വൽ ടു 8/5, 12/5. 12/5 ആണ് സി കിട്ടുന്നത്. പിന്നെ ഒരു പോയിന്റ് ഉള്ളത് ഡി ആണ്. ഡി നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവാം. ഡി ഇസ് എ പോയിന്റ് 0,3. ഡി എന്ന് പറയുന്നത് 0,3 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ പോയിന്റുകളും ഐഡന്റിഫൈ ചെയ്തു. ഇത് നമുക്ക് ഫീസിബിൾ റീജിയന്റെ എല്ലാ കോർണർ പോയിന്റുകളും കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏത് പോയിന്റിനാണ് മാക്സിമം വാല്യൂ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ x1 ഇസ് ഈക്വൽ ടു എയിൽ x1 ഇസ് ഈക്വൽ ടു 3.5 ആൻഡ് x2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ സെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് സെഡ്? സെഡ് ഇസ് 5x1 പ്ലസ് 7x2. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 × 3.5 പ്ലസ് 7 × 0 ദറ്റ് ഈസ് ഈക്വൽ ടു 17.5 എന്നുള്ള ആൻസർ ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെഡിന്റെ വാല്യൂ 5 × x1 5 × 7/3 പ്ലസ് 7 × 5/3 ആൻഡ് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 23.3 ആണ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇനി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 × x1 ദറ്റ് ഈസ് 5 × 8/3 പ്ലസ് 7 × x2 ദറ്റ് ഈസ് 7 × 12/5 ആണ് വരുന്നത്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 24.8 ആണ്. 24.8 ആണ് വരുന്നത്. ആൻഡ് ദെൻ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് വാല്യൂ 5 × 0 പ്ലസ് 3 × 3. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 7 × 3 നമുക്ക് കിട്ടുന്ന വാല്യൂ 21 ആണ്. അപ്പോൾ ഇതിൽ മാക്സിമം ആയിട്ടുള്ള സെഡ് വാല്യൂ വരുന്നത് 24.8 ആണ്, വിച്ച് കറസ്പോണ്ട്സ് ടു ദ കോർണർ പോയിന്റ് 8/5, 12/5. അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമം ആക്കിയിരിക്കുന്ന x1 x2ന്റെ വാല്യൂ ഏതൊക്കെയാണ്? 8/5, 12/5 ആണ്. അതായത് നമ്മളെ ആൻസർ എന്താണ്? x1 വിൽ ബി ഈക്വൽ ടു 8/5 ആൻഡ് x2 വിൽ ബി ഈക്വൽ ടു 12/5. ഇങ്ങനെയാവുമ്പോഴാണ് നമ്മൾ ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന x1 x2 കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ്
ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ കാണുന്നത് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ.